Hello everyone, welcome to Anatomy and Coding Hub. ഇന്നത്തെ വീഡിയോ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചാണ്. എന്താണ് മെഡിക്കൽ കോഡിംഗ്, അതുപോലെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. മെഡിക്കൽ കോഡിംഗ്, it is the transformation of medical diagnosis, procedures, treatment and services into standardized alphanumeric codes. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് നൽകിയ ഡയഗ്നോസിസ്, എന്താണ് ഡയഗ്നോസിസ്? രോഗനിർണയം. അതുപോലെ പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെൻറ്റ്, സർവീസസ്, ഇവയെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് കോഡ്സ്, അതായത് ആൽഫബറ്റ്സും നമ്പേഴ്സും യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് കോഡുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഒരു സിനാരിയയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു പേഷ്യൻ്റ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നു. ആൾക്കെന്താണ്? നല്ല ക്ഷീണം, അതുപോലെ ഹെഡ് ഏക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് പറയാണ് ഹൈപ്പർ ടെൻഷൻ ആണെന്ന്. എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഹൈ BP. ഡോക്ടർ എന്താണ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ ഡയഗ്നോസിസ് എന്താണ്? ഹൈപ്പർ ടെൻഷൻ. ഈ ഹൈപ്പർ ടെൻഷന് ഒരു സ്പെസിഫിക് കോഡ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ഡോക്ടർ കൊടുത്തൊരു സർവീസ് ഉണ്ട് അല്ലേ, എന്താണ്? അതായത് ഈ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഈ ഒരു സർവീസിന് ഒരു സ്പെസിഫിക് കോഡ് ഉണ്ടായിരിക്കും. അതുപോലെ BP ചെക്ക് ചെയ്യാൻ ബ്ലഡ് പ്രഷർ മോണിറ്റർ യൂസ് ചെയ്യൂ അല്ലേ, നമ്മളെ BP നോക്കുന്ന മെഷീൻ. ഈ BP മെഷീനിന് ഒരു സ്പെസിഫിക് കോഡ് ഉണ്ടായിരിക്കും. ഈ കോഡുകളെയാണ് ഈ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒഴിവാക്കിയിട്ട് സിമ്പിൾ കോഡുകളാക്കിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ കഴിയുന്നു അല്ലേ. ഇതാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നീഡ് ഓഫ് മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? എൻഷ്യൂർ ആക്യുറേറ്റ് മെഡിക്കൽ ബില്ലിംഗ്. എന്താണ്? മെഡിക്കൽ ബില്ലിംഗ് കൃത്യമായി നിർവഹിക്കുന്നതിന്. ദെൻ പ്രോസസ് ഇൻഷുറൻസ് ക്ലെയിംസ് കറക്റ്റ്ലി. ഇൻഷുറൻസ് ക്ലെയിംസ് കറക്റ്റായിട്ട് സമർപ്പിക്കുന്നതിന്. അതായത് പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഇവയൊക്കെ നമ്മൾ കോഡുകളാക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കുന്നു. ഈ കമ്പനിക്ക് എന്താണ്? ആക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റായിട്ടും ക്ലെയിംസ് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നു. ദെൻ മെയിൻറ്റെയിൻ പേഷ്യൻ്റ് റെക്കോർഡ്. എന്താണ്? പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ കഴിയുന്നു അല്ലേ. ഓരോ പേഷ്യൻറ്റിൻ്റെയും മെഡിക്കൽ റെക്കോർഡ് സ്റ്റാൻഡേർഡ് കോഡുകളാക്കിയിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇവിടെ ഈ കോഡ്സ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇൻഷുറൻസ് കമ്പനിക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് പകരം നമ്മൾ ഈ സിമ്പിൾ കോഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. ദെൻ സപ്പോർട്ട് ഹെൽത്ത് കെയർ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഹെൽത്ത് കെയർ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഏതൊക്കെ രോഗങ്ങളാണ് കൂടുതലായി കാണപ്പെട്ടത്, അതുപോലെ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസൊക്കെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ ഈ മെഡിക്കൽ കോഡിങ്ങിലൂടെ കഴിയുന്നു. ദെൻ റെഡ്യൂസ് ബില്ലിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. നമ്മൾ ഈ കോഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ബില്ലിങ്ങിലുള്ള എറേഴ്സ് കുറയ്ക്കാൻ കഴിയുന്നു. ഇതൊക്കെയാണ് നീഡ് ഓഫ് മെഡിക്കൽ കോഡിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.